രാത്രി വിളിച്ചിട്ട് പറഞ്ഞു മഹാറാണിയുടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടേക്ക് വരണം എന്ന് പറഞ്ഞു. വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യുന്നു പറഞ്ഞു, എഡിറ്റ് ചെയ്ത് ഒഴിവാക്കുന്നു പറഞ്ഞു. ഈ സംവിധായകർക്ക് ഇതിങ്ങനെ പച്ചക്ക് തുറന്നതോട് ചോദിക്കുമ്പോ അതിനുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? 2 ലക്ഷം രൂപയാണ് നമ്മള് അമ്മ സംഘടന എന്നതില് മെമ്പർഷിപ്പ് എടുക്കാൻ. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ പൈസയുടെ കാര്യമൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ നമ്മള് സിനിമ കിട്ടും, സിനിമ കിട്ടി പിന്നെ നമുക്ക് ഇതിലേക്ക് ചേരാമല്ലോ. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ, വേറെ ഉണ്ടല്ലോ. നമുക്ക് കാണാന്ന് പറഞ്ഞിട്ടാ ശരിക്കും ഞാൻ ഫോൺ കട്ടേ. ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നില്ലേന്ന് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു. ഞാൻ എന്തിന്റെ പേരിലാണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത്? ഒരു സിനിമ വരുമ്പോ എങ്ങനെയായാലും അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ മുന്നോട്ട് പോകില്ല. അപ്പം അദ്ദേഹം എന്നെ വിളിക്കായിരുന്നു, ഭയങ്കര മമ്മൂക്കോയങ്കിളല്ലേ വിളിക്കുന്ന രീതിയിൽ ആരാധനയോടെ സംസാരിച്ചപ്പം ആ ഒരു സംസാര രീതി മാറി മാറി വന്നു. എന്നെ ഉറക്കത്ത് കണ്ടു. പിന്നെ ഞാൻ ബാത്റൂം മണിച്ചിത്രത്താഴിലെ കിണ്ടി എന്ന് പറയുന്നത് സുധീഷ് അദ്ദേഹത്തെ തന്നെയാണ് ഞാൻ പറയുന്നത്. അത് തന്നെ പുള്ളിക്കാരന്റെ കൂടെ ടൂർ പോകണം, കമ്പനിക്ക് വരണം. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടാക്കിയ കോളിളക്കം ചില്ലറയല്ല. ഓരോ ദിവസങ്ങൾ കടന്നു പോകും തോറും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർ തങ്ങളുടെ അനുഭവങ്ങൾ വിവരിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും പേരുകൾ ഉൾപ്പെടെ ഇന്ന സമയത്ത് തന്നെ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നൊക്കെ പറയാൻ ധൈര്യം കാണിച്ച് രംഗത്ത് വരുന്നുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജുബിത ആന്റി എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിനിയാണ്. സിനിമാ മേഖലയിൽ നടിയായി അരങ്ങേറ്റം കുറിച്ചെങ്കിലും സിനിമയുടെ സാങ്കേതിക മേഖലയിലേക്ക് കടന്നു വരണം എന്നാഗ്രഹിച്ച ഒരു പെൺകുട്ടിയാണ് ഇത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഈ കുട്ടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. കുട്ടിയോട് തന്നെ നേരിട്ട് ചോദിക്കാം. നമസ്കാരം മാഡം. നമസ്കാരം. പേര് ജുബിത ആന്റി, കോഴിക്കോട് സ്വദേശി. ഭർത്താവിന്റെ പേര് വരുൺ. ഓക്കെ. അപ്പോ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വീഡിയോ കാണാൻ ഇടയായി. അതിൽ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില അബദ്ധങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ അതിൽ ചില ക്ലാരിഫിക്കേഷന് കുറവുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഏത് വർഷത്തിലാണ് ജുബിത ഈ സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നത്? ഞാൻ പാട്ട് ക്ലാസ് പോകുമ്പോ മഹാറാണിയുടെ അതിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അമ്മ എന്നെ കൊണ്ടുപോവാറ്. അപ്പൊ ഇതിലെ സിനിമയുടെ ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോ ഭയങ്കര അത്ഭുതത്തോടെ നോക്കും. ഞാൻ അങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് വർഷത്തിന്റെ കാര്യം അറിയില്ല. പിന്നെ എനിക്ക് എടുത്തു പറയാതെ ഞാൻ അഭിനയിച്ച മൂവീസിന്റെ കാര്യം, ശ്രീനിവാസൻ സാറിന്റെ ഒരു മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, കണ്ണാടി ടാക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ കാറ്റും മഴയും, പിന്നെ ഗുണ്ട, നാട്ടിറങ്ങ്, ഷട്ടറിൽ ചെറിയൊരു വേഷം ചെയ്തു, കൊച്ചു വേഷം ചെയ്തു. അതിലാണ് ഞാൻ ഒരു ആർട്ടിസ്റ്റ് ഒരു സിനിമയിലുണ്ട് എന്നൊക്കെ കോഴിക്കോട് അങ്ങനെ അറിഞ്ഞു. അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്യുന്നൊക്കെ കുഞ്ഞു വേഷങ്ങളാണ്. അതില് കാറ്റും മഴയും ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എന്താ ഹരിഹരൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പറയാൻ കാരണം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ്, എനിക്ക് സിനിമ മേഖലയിൽ ആരെ പേരും ഒന്നും അറിയില്ല. അപ്പം ഹരിഹരൻ എന്ന് പറഞ്ഞ ആ ഒരു പേര് എനിക്ക് ആ ഒരു ഇതില് മനസ്സിലുണ്ട്. അപ്പൊ കമന്റ്സിൽ വന്നപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. അപ്പൊ ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തപ്പോ ഹരികുമാർ. പക്ഷെ ഞാൻ പറഞ്ഞു കാറ്റും മഴയുടെ ഡയറക്ടറാണ്, അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ആള് ഐഡന്റിഫൈ ചെയ്തു, അത് ഹരികുമാർ ആണെന്ന്. അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അഭിനയിച്ച സീന് അദ്ദേഹം 2-3 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. 2-3 ദിവസമാണ് സാറ് വിളിക്കുന്നത്. രാത്രി വിളിച്ചിട്ട് പറഞ്ഞു മഹാറാണിയുടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടേക്ക് വരണം എന്ന് പറഞ്ഞു. വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യുന്നു പറഞ്ഞു, എഡിറ്റ് ചെയ്ത് ഒഴിവാക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തോളൂ, എന്നാലും ഞാൻ വരില്ല, എനിക്കത് വിധിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചോളാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു. ഞാൻ ഫോണ് കട്ട് ചെയ്തു, ഒത്തിരി കരഞ്ഞു. അപ്പൊ തന്നെ എന്നിട്ട് ഷാജി പട്ടിക്കർ സാറാണ് എന്നെ ആ മൂവീസിൽ വിളിച്ചത്, പ്രൊഡക്ഷൻ കൺട്രോളർ. അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പൊ സാറ് ഞെട്ടിപ്പോയി, ഇങ്ങനെ ഒരു സംഭവം. അങ്ങനെ പിറ്റേന്ന് ഞാൻ ലൊക്കേഷനിൽ ചെന്നപ്പോ അതിന്റെ ആ ഒരു ഇത് എനിക്ക് അവിടുന്ന് മനസ്സിലായി. ഒന്നും ഉണ്ടായിട്ടില്ല. ഹരികുമാർ സാർ എന്നോട് ഒന്നും പറഞ്ഞില്ല, ഭയങ്കര സൈലന്റ് ആയിരുന്നു. ആരും അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ അതിനെപ്പറ്റി ഒരു സംഭവം അവിടെ എന്തോ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് പ്രതികരിച്ചിട്ടുണ്ടായിരിക്കും സാറ്, അതെനിക്ക് മനസ്സിലായി. ഞാൻ ആ ഷൂട്ട് നിങ്ങള് നേരത്തെ 3-4 ദിവസങ്ങൾ ഷൂട്ട് ചെയ്യുന്നോണ്ടിരിക്കുന്ന അന്തരീക്ഷം ആകെ മാറി. അന്തരീക്ഷം ഇത് ഷാജി പട്ടിക്കർ സാറ് വിളിച്ചതിന് ശേഷം ഞാൻ ലൊക്കേഷൻ പോയി എന്ന് പറഞ്ഞല്ലോ. സാറ് പറഞ്ഞു എന്റെ സിനിമയിലെ സീന് ഞാൻ കട്ട് ചെയ്യും, നീ അവിടെ വന്നില്ലെങ്കിൽ. ഞാൻ പറഞ്ഞു സാറ് കട്ട് ചെയ്തോ, എനിക്ക് വിധിച്ചിട്ടില്ല, ഞാൻ വിചാരിച്ചോളാം, എന്നാലും ഞാൻ വരില്ല.
പക്ഷെ പിറ്റേന്ന് ലൊക്കേഷൻ ചെന്നപ്പം ആ ഒരു ചിരിയോ ഒരു സംസാരം നേരത്തെ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ മാറിപ്പോയി. സാറ് മെല്ലെ പതിയെ അങ്ങോട്ട് തിരിഞ്ഞങ്ങ് പോയി. എന്നോടൊന്നും മിണ്ടാനൊന്നും വന്നില്ല. ഞാൻ എന്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്കും പോയി. എന്താണ് ഇവർ വിളിച്ച് ഫോണിൽ ചോദിക്കുന്നത് എന്താണ്? പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ തന്നെ. അല്ല അതല്ല സാർ എന്നോട് പറഞ്ഞത് സാർ പറഞ്ഞത് എന്നോട് അവിടേക്ക് വരണം, വേറൊന്നും പറഞ്ഞില്ല. രാത്രി അവിടേക്ക് വരണം, ഈ ഒരു കാര്യമാണ്. ഏത് കാര്യമാണെന്ന് അഡ്ജസ്റ്റ്മെന്റ്. അതെ, ഇത് ഇപ്പൊ അറിയുന്ന ഒരാളെന്ന് പറയാൻ ഷാജി പെട്ടിക്കര സാർ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരുപാട് ആയുസ് ഉണ്ടാവട്ടെ. അദ്ദേഹത്തിനെയാണ് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഞാൻ തന്നെ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയുന്ന സാറാണ്, അതുകൊണ്ടാണ് സാർ ഇടയ്ക്കെങ്കിലും വിളിക്കുന്നത്. ഞാൻ ചാൻസ് ചോദിച്ച് സാറ് വിളിക്കാറുണ്ട്. പിന്നെ അദ്ദേഹം തന്നെയാണ് എന്നെ ഗുണ്ടയിലും നാട്ടരങ്ങിലും ഒക്കെ വിളിച്ചിട്ടുള്ളത്. അതിൽ നാട്ടരങ്ങ് പോയ സമയത്ത് ഷാജു കൊടിയൻ അങ്കിളിന്റെ കൂടെ ഒരു ഓഫീസ് എന്തായിരുന്നു ഒരു സ്റ്റാഫായിട്ട് ഉണ്ടായിരുന്നു, ലതിക എന്ന് പറഞ്ഞിട്ട്. ആ ക്യാരക്ടർ പേര് നോക്കിയതാ. അപ്പം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നുന്നു നാട്ടരങ്ങ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ എന്നുള്ള ആ രീതിയിൽ തെറ്റായിട്ടൊക്കെ കുറച്ച് സംസാരിച്ചു. ഒരു അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളില്. അപ്പൊ ഞാൻ പറഞ്ഞ ഷാജി പെട്ടിക്കര സാറോട് പറയുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ പെട്ടെന്ന് പേടിച്ചു. അയ്യോ പറയല്ലേ, സാറോട് പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലാസ്റ്റ് ഓക്കെ ഞാൻ പറയുന്നില്ല, പ്രോമിസ് ഒക്കെ ചെയ്തു. ഓക്കെ ഞാൻ സാറോട് പറഞ്ഞില്ല, അത് അവര് മനസ്സിലാക്കി പോവാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നാണ് ഞാനത് പറയുന്നത്. ഇവർക്ക് ഈ സംവിധായകർക്ക് ഇതിങ്ങനെ പച്ചക്ക് തുറന്നതോട് ചോദിക്കുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? അതായത് നിങ്ങളോട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കാനും നിങ്ങൾ രാത്രി വരണമെന്ന് പറയാനും രീതിയിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നേരത്തെ? കാരണം അത്രയും ഒരു മിങ്കിളാകുകയോ അല്ലെങ്കിൽ അവരായിട്ട് അറ്റാച്ച്ഡ് ആകുകയോ? ഇല്ല, ഒന്നുമില്ല. ഞാൻ പൊതുവെ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ആരായിട്ട് അങ്ങനെ സംസാരിക്കില്ല. ഞാൻ എന്റെ അമ്മയുടെ കൂടെ മാത്രമേ പോവുള്ളൂ. ഇനിയിപ്പോ തനിച്ച് വരണം എന്നൊരു ലൊക്കേഷനിൽ പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറയും. എന്റെ അമ്മ വരാത്ത ഒരു ലൊക്കേഷൻ എനിക്ക് വേണ്ടാന്ന് പറയും. നമ്മളെ അച്ഛനമ്മ വരാത്ത ഒരു ലൊക്കേഷൻ എന്തിനാ? പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഈ സംവിധായകരൊക്കെ ഇങ്ങനെ രാത്രി? ചിലപ്പോ ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരാളെ, ആദ്യമായിട്ട് ഏതൊരു പെൺകുട്ടി പോയാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെയും ഒരു സിനിമ ഒരാൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അത്രയും അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇല്ല, എനിക്ക് എന്റെ അനുഭവങ്ങൾ മാത്രമേ ഞാൻ പറയും. ഞാൻ എന്നോട് പറയാം അപ്പൊ തന്നെ ഞാൻ പ്രതികരിക്കും. എനിക്ക് പറ്റൂല എന്ന് തന്നെ പറയും, അങ്ങനെ തന്നെ പറയും. അതുപോലെ തന്നെ അടുത്ത സിനിമകളിലേക്ക് കടന്നു. ഇദ്ദേഹം പിന്നീട് ഒരു സിനിമകളുടെ സാധ്യത ഉണ്ടായിരുന്നില്ല. ഇല്ല, കാരണം എന്നോട് പറയുമ്പോ എനിക്ക് അത് പറ്റൂല എന്ന് പറഞ്ഞാൽ ഞാൻ അത് സ്കിപ്പ് ചെയ്യും. പിന്നെ ഞാൻ ആ ഭാഗം വിടും. ഞാൻ എന്റേതായ ജോലി കാര്യങ്ങളും ചെയ്യും. എഴുതാനുള്ള എഴുതും, വരയ്ക്കാനുള്ള വരയ്ക്കും, ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി. ഞാൻ വിചാരിച്ചു ദൈവമേ എനിക്കൊരു കാലം ഇല്ലല്ലോ എന്ന്. പിന്നെ ഞാൻ വിചാരിക്കും നമ്മള് സ്ട്രേറ്റ് വേർഡ് ആണെങ്കിൽ ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം വരും. ഞാൻ 2 മാസം മുന്നേ കുറച്ച് ചേട്ടനോട് പറഞ്ഞേട്ടാ എനിക്കൊരു ദിവസം എന്തായാലും വരും, വലിയൊരു ഭൂകമ്പം നടക്കാൻ സാധ്യത എന്റെ മനസ്സ് പറയുന്നത്. അന്ന് എനിക്കൊരു അവസരം കിട്ടും. ഞാൻ ഈ പ്രസ് ക്ലബില് 2-3-4 വട്ടം പോയിട്ടുണ്ട്. അപ്പൊ അവരെന്നെ റിജക്ട് ചെയ്താ. കാരണം ഞാൻ അറിയപ്പെടുന്ന ഒരാളൊന്നല്ലല്ലോ. പക്ഷെ ഞാൻ കേരള 18 ന്യൂസിലെ എന്തെങ്കിലും സാറിന്റെ പേര് വിജയ് സാറിനെ ഞാൻ നേരിട്ട് കണ്ടു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഷൂട്ട് ചെയ്യുന്ന ഓരോ ഇതൊക്കെ. ഞാൻ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ നടക്കുന്ന വിവാദത്തെ എനിക്ക് കുറച്ച് പേരുകൾ വ്യക്തമാക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു. എന്റെ ഫോട്ടോസ് പഴയത് വെച്ചൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. ജെനുവിനാന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നേരെ മുകളിൽ കൊണ്ടുപോയി ന്യൂസ് എടുത്തു. ഇപ്പൊ 18 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടു. നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. അതായത് നിങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കാൻ നേരത്തെ നിങ്ങൾ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു രീതിയിലുള്ള സപ്പോർട്ട് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ആ സമയത്ത് കിട്ടിയിരുന്നില്ല. പ്രസ് ക്ലബ് ഒന്നും അത് അനുവദിച്ചില്ല. ഭയമായിരിക്കും. പിന്നെ അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം വില്ലേജ് വാർത്തയിൽ ഈ ന്യൂസ് 2022 വന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അന്നും പറഞ്ഞത്. അതിൽ പേര് വ്യക്തമാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം ഇന്നിപ്പം പേര് വ്യക്തമാക്കാൻ പലരും മടിച്ചു നിൽക്കുന്നല്ലോ. ഇപ്പൊ ഒരുപാട് ന്യൂസിൽ ആൾക്കാർ എന്നെ വിളിക്കുക, ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പം എന്താണ് അതിനെ പറ്റിയുള്ള നടപടി, അവർക്ക് ശിക്ഷ കിട്ടുന്നാണോ? അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പം ഒരു സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു പുരുഷനും സ്ത്രീയും അവര് സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു, ആ സമയത്ത് ഒരുമിച്ച് ജീവിക്കുന്നു, അവര് പ്രഗ്നന്റ് ആവുന്നു. അപ്പൊ അവര് എന്തോ ഒരു വിഷയത്തിൽ അവര് രണ്ടുപേരും തെറ്റി. പിന്നീട് അത് പീഡനാണെന്ന് പറയും. എന്നെ അവര് പ്രഗ്നന്റ് ആക്കി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അതിൽ എന്ത് കാര്യം? ഇല്ല, ആരെയും ശിക്ഷിക്കണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് ഇവിടെയും ചോദ്യം വരും, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ ഇതിന് ഉത്തരം എനിക്കില്ല. രണ്ടുപേരും ഒരുപോലെ ഈക്വൽ ആണ്. അപ്പൊ നമ്മളൊരു പ്രശസ്തിയും അല്ലെങ്കിൽ ഒരു സിനിമ കിട്ടണം. ഇപ്പൊ 1 കോടിയുടെ ആ ഒരു സിനിമ ഞാൻ അന്ന് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പ്രശസ്തി കിട്ടുമായിരിക്കും. അപ്പൊ അതിലെന്താ കാര്യമില്ലേ? എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വം. നമുക്ക് ആകെ ഉള്ളത് എന്ന് പറയുന്ന ഒരു നമ്മളെ ശരീരത്തിന്റെയും മനസ്സിന്റെ ഒരു സത്യസന്ധത നമ്മളെ മനസ്സിന്റെ ഉള്ളിലുള്ള. അത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനൊന്നല്ല. പറ്റാത്ത കാര്യം പറ്റൂല എന്ന് അപ്പൊ തന്നെ പറയാം. അത് അപ്പൊ സ്കിപ്പ് ചെയ്തെങ്കിൽ ഇപ്പൊ പീഡിപ്പിച്ചു, അങ്ങനെ ചെയ്തു,
അപ്പൊ സാർ എന്നോടൊരു തെറ്റായ നോട്ടം നോക്കി എനിക്ക് മനസ്സിലാവും. പറയുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ നിർത്തിയിട്ട് എനിക്ക് പോയാ പോരെ, ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഈ പരാതി ഉണ്ടാവുന്നേ. അല്ല മാഡം, അപ്പോ ഈ മറ്റ് സിനിമാ മേഖലയിലെ മറ്റുള്ള ആരെങ്കിലും നിന്നും സമാന രീതിയിൽ ഏതെങ്കിലും ഞാനിപ്പോ പോയിട്ടുള്ള ലൊക്കേഷനിൽ എനിക്ക് അറിയുള്ളൂ. പിന്നെ ഇതേ 2018 ഞാൻ വിനയൻ സാറിനെ വിളിക്കുന്നത്. സാറായിട്ടുള്ള ആ പരിചയം ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് വിളിച്ചിട്ടില്ല. 19-ാം നൂറ്റാണ്ടിൽ എനിക്കൊരു വേഷം ഉണ്ടെന്ന് സാറ് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യം പറ്റിയില്ല. ഞാൻ ഓരോ എഡിറ്റ് ഒക്കെ ചെയ്ത് സാറിന് അയച്ചു കൊടുക്കായിരുന്നു. അപ്പൊ സാർ എന്നെ വിളിച്ചു, ജുബിത ഇപ്പത്തെ ഓരോ സിറ്റ് അങ്ങനെ ഒരു കുറച്ച് കാര്യം പറഞ്ഞു. അപ്പം ഓരോ ആളും ഓരോ ഭാഗ്യമില്ലേ, നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എനിക്ക് സാറിനെ ഭയങ്കര റെസ്പെക്റ്റാ. എന്ന് പറയും നട്ടലിലുള്ള രാജകുമാരനാണെന്ന് പറയും. സാറെ തുറന്നടിച്ച് പറയും. എനിക്ക് അങ്ങനെയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് മനസ്സിലാക്കി. ഇപ്പൊ സാറിന്റെ വേറെ സിനിമ വരുന്നുണ്ട്, അതിൽ ലാസ്റ്റിൽ എനിക്കൊരു സീൻ തരാന്ന് പറഞ്ഞു. ഇത് ആ ഷൂട്ട് ലാസ്റ്റ് ആയപ്പോ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീനിവാസൻ സാറ്, അദ്ദേഹത്തിനോടുള്ള ഇതും ഇപ്പോഴും ഉണ്ട്. അപ്പം കുറച്ചായിട്ട് വിളിച്ചിട്ടില്ല. എന്നാലും ലാസ്റ്റ് ഞാൻ ഒരു ദിവസം വിളിച്ചപ്പോ വൈഫായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. സാറിന് സുഖമില്ലല്ലോ. എന്നാലും ഞാനൊരു 3 മാസം മുന്നേ വിളിച്ചപ്പോ ശ്രീനി സാർക്ക് എന്നെ പറയുമ്പോ അത്ര ഓർമ്മയില്ല. പിന്നീട് പറഞ്ഞപ്പോ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒത്തിരി സംസാരിച്ചു. ഇപ്പൊ ഞാന് ഇപ്പോ നേരത്തെ 2022 തന്നെ ഈ കാര്യങ്ങളൊക്കെ നന്ന് പേര് പറഞ്ഞിട്ടില്ലെങ്കിലും താങ്കള് മറ്റൊരു ചാനലിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. ഈ പേര് പറയുമ്പോഴും അത് ഇതും എടുത്തു നോക്കിയാൽ കണക്ട് ചെയ്താൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതിനുശേഷം കോഴിക്കോട് നിന്നുള്ള മാധ്യമ സ്ഥാപനങ്ങളെ നിങ്ങൾ പ്രസ് ക്ലബില് ശ്രമിച്ചിരുന്നു. അപ്പൊ ഒരു ദിവസം പെട്ടെന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഉടനെ ഇതൊക്കെ അങ്ങ് പറഞ്ഞേക്കാന്ന് വിചാരിച്ച് വന്നാലല്ല, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു. പ്രേക്ഷകർക്കുള്ള ഒരു സംശയമുണ്ട്, അറിയാത്തവര്. അവൾക്ക് ആദ്യമായിട്ട് പറഞ്ഞുകൂടായിരുന്നു, എന്തുകൊണ്ട് പറഞ്ഞില്ലാന്ന്. പക്ഷെ ഞാൻ ആദ്യം ഇങ്ങനെ പാടുന്നുണ്ട്, ഞാൻ പറയുന്ന ആരും ഉൾക്കൊള്ളുന്നില്ല. ഞാൻ ആരുമല്ല, ഇന്നും ഞാൻ ആരുമല്ല. പക്ഷെ ഇപ്പൊ ഈ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് പേര് വെളിപ്പെടുത്താൻ എത്രയോ ആള് ബുദ്ധിമുട്ടി നിൽക്കുന്നു. അപ്പൊ ഞാൻ എനിക്കിട്ടായ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ കംപ്ലൈന്റ് ചെയ്യുന്നില്ലേന്ന് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു. ഞാൻ എന്തിന്റെ പേരിലാണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത്? നമ്മള് വഴി പോകുന്ന ആൾക്കാർ പലതരത്തിലായിരിക്കും. പാർട്ടി അവർ മൈൻഡ് എന്ന് പറയില്ല. അപ്പൊ പലരും പലതും പറയുന്നുണ്ടാവും. അപ്പൊ നമുക്ക് വേണ്ടാത്ത നമ്മൾ സ്കിപ്പ് ചെയ്ത് അങ്ങ് പോകുമല്ലോ. ഇപ്പൊ എന്നോട് അനാവശ്യം പറഞ്ഞു. അപ്പൊ എനിക്കത് പറ്റാത്തോണ്ട് ഞാൻ മാറി നടന്നു. ഞാൻ എന്റെ ജോലി കാര്യങ്ങളും ചെയ്തു. അന്നും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. മറ്റുള്ള ആരെങ്കിലും സിനിമാ മേഖലയിൽ മറ്റുള്ള ആരെങ്കിലും സമാന രീതിയിൽ എന്തെങ്കിലും സമീപിക്കുകയോ ആവശ്യമോ ഉയർത്തുകയോ ചെയ്തിട്ടുണ്ടോ? പിന്നെ ആക്ടർ ബാല, അദ്ദേഹത്തിന്റെ നമ്പർ കിട്ടിയപ്പോ എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടം. ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും കുറച്ച് മൂവീസ് ഒക്കെ വാഗ്ദാനമൊക്കെ ചെയ്തു. അദ്ദേഹം ചെയ്യായിരുന്നു, ഞാൻ പോയിട്ടില്ല. ഒരു തെറ്റായിട്ടുള്ള ഒരു സംസാരവും പറഞ്ഞിട്ടില്ല. പറയുന്ന കൂട്ടത്തില് നല്ലത് നമ്മള് പറയണല്ലോ. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഈ പേരുകൾ പുറത്തു പറയാത്തത് കൊണ്ട് എല്ലാവരും വലിയ സൂപ്പർ സ്റ്റാറുകൾ മുതൽ താഴെ തട്ടിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലും നീ മറ്റു കൊള്ളാലോട എന്നൊരു തോന്നൽ എല്ലാവർക്കും. അതുപോലെ തടികൾ കാണുമ്പോ നീ ഇങ്ങനെയാണ് വേഷം കിട്ടിയിരിക്കുന്ന എന്നൊരു തോന്നൽ പൊതുവെ ആളുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ ദിവസവും ഫേസ്ബുക്കിൽ ഓരോ ഫോട്ടോ വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ ഈ സീൻ നോക്കുക. സത്യം പറഞ്ഞാൽ എന്നെ വഴക്കു പറയായിരിക്കും. പക്ഷെ ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് എനിക്കറിയാം മറ്റൊരു പെൺകുട്ടിക്ക് എന്തായിരിക്കും ഫീൽ ഉണ്ടാവും. അപ്പൊ ഇരിക്കുമ്പോ സാറിന് മനസ്സിലാവും. ഇപ്പം ഒരു സിനിമ വരുമ്പോ എങ്ങനെയായാലും അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ മുന്നോട്ട് പോകില്ല. ചെറിയൊരു വേഷം വന്നാൽ സ്കിപ്പായി ഇപ്പം ചിലപ്പോ അത് മറ്റേ ഹരികുമാർ സാറ് പറഞ്ഞ പോലെ അത് എഡിറ്റ് ചെയ്തു പോകും. ഫോട്ടോ നോക്കണം. അല്ലാതെ അത് കടിച്ചു തൂങ്ങി നിന്ന് പിന്നെ അവരെടുത്ത് എന്താ പറയാ ചാൻസിന് വേണ്ടിയിട്ട് അവർ പറയുന്ന സാധനമൊക്കെ ചെയ്ത് കുറെ കഴിഞ്ഞ് പേരായി, പ്രശസ്തിയായി, ആവശ്യത്തിനുള്ള പണമായി കഴിഞ്ഞ് ലാസ്റ്റ് തിന്നതിന് നന്ദി കേട് കാണിക്കാന്ന് പറഞ്ഞ രീതിയിൽ കംപ്ലൈന്റ് ചെയ്യുക, അത് കുറച്ച് പ്രായം വരെ കാത്തിക്കുക. ഇതൊക്കെ നട്ടലോട് കൂടി അന്ന് പറഞ്ഞുകൂടായിരുന്നു. ഇത് ആ സമയത്ത് തുറന്നു പറയേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തനിക്ക് കിട്ടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞതിന് ശേഷം കുറ്റം പറയേണ്ട ആവശ്യമില്ല. തിന്നിട്ട് എല്ലിന്റെ കുടിക്കുന്നൊക്കെ പറയൂലേ, കോമഡി. അതെ, അതും കാറ്റുമഴയിലാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. അപ്പൊ നമ്മളൊക്കെ ഒത്തിരി ഏജുള്ള ആള്, അച്ഛന്റെ അഭിപ്രായത്തൊക്കെ ഉള്ള ഒരു വ്യക്തി, അതിനേക്കാളും ഏജുള്ള അന്നൊക്കെ ഞാൻ കുറച്ചുകൂടി ചെറുതാണല്ലോ. അപ്പം അദ്ദേഹം എന്നെ വിളിക്കായിരുന്നു. ഭയങ്കര മാമുക്കോയങ്കിളല്ലേ വിളിക്കുന്ന രീതിയിൽ ആരാധനയോടെ സംസാരിക്കുന്നത്. കുറച്ചു കഴിഞ്ഞ് സാർ അന്ന് എറണാകുളം ഒരു ഷൂട്ടിന്റെ ലൊക്കേഷനിലാ. അന്ന് രാത്രി ആയിട്ടില്ല, ഒരു വൈകിട്ട് വിളിച്ച എനിക്ക് ഓർമ്മയുണ്ട്. സംസാരിച്ചപ്പം ആ ഒരു സംസാര രീതി മാറി മാറി വന്നു. എന്നെ ഉറക്കത്ത് കണ്ടു. പിന്നെ ഞാൻ ബാത്റൂം അങ്ങനെ പോയി. പിന്നെ എക്സെട്ര ആളുകൾക്ക് വിവേകമുള്ളവർക്ക് ചിന്തിക്കും. എനിക്ക് എന്റെ വായോട് പറയാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. എനിക്ക് ഇല്ല, അത് എന്തോ ഒരു ഷെയ്മേടാന്ന് അറിയാമോ. അപ്പൊ അങ്ങനെ അത് പറഞ്ഞോടുകൂടി ഞാൻ അവിടെ കട്ട് ചെയ്തു. ഞാൻ നമ്പർ പോലും എന്റെ അടുത്തില്ല. എത്ര വർഷമായി കാണും?
അത് കാറ്റുമഴ കാറ്റുമഴ സുധീഷ് അവരും അങ്ങനെ തന്നെ ഇതൊക്കെ അപ്പൊ കിട്ടിയ ഒരു ഇതന്നെ. അപ്പം അത് കഴിഞ്ഞു ഞാൻ വേറെ മമ്മൂക്കയെ വിളിച്ചിട്ട് സ്വപ്നം കണ്ടു, ബാത്റൂം പോയി സാറിന്റെ സ്വപ്നം കണ്ടു ബാത്റൂം അങ്ങനെയൊക്കെ ഉള്ളൊരു ശരിക്കും രാത്രി സമയങ്ങളിലാ ഒരു ഈവനിങ്ങിലാണ് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഒരിക്കലും എത്ര നേരം സംസാരിക്കും ഇങ്ങനെ? നല്ല രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസമാണ് ഇത് എടുത്തു പറഞ്ഞത്. അതോടുകൂടി നമുക്ക് മനസ്സിലായ വേണ്ട എനിക്ക് അതോടുകൂടി ആ ഒരു ഇത് പോയി. പക്ഷെ ഞാൻ എഴുതിയിട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റില് മാമുക്കോയ അങ്കിൾ ഉണ്ട്. അവര് പറഞ്ഞ തെറ്റ് ഞാൻ അവിടെ മാറ്റിച്ചു. ഞാൻ ആ സ്ക്രിപ്റ്റിൽ നിന്ന് അദ്ദേഹത്തെ വെട്ടി മാറ്റിയിട്ടില്ല. അത് ആ ക്യാരക്ടർ അദ്ദേഹം ചെയ്താലേ നന്നാവുമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം അവിടെ ഉണ്ട്. ഞാൻ അതിന്റെ ശേഷം ഒരു വട്ടം കല്ലായി റെയിൽവേ സ്റ്റേഷന്റെ അതിലേ കണ്ടപ്പോ എന്നെ കാറിന്റെ അടുത്ത് പോകുമ്പോ ഇങ്ങനെ ചിരിച്ചതായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെയാക്കി, അത്രേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം ഒരു ലൊക്കേഷനിൽ കണ്ടപ്പോ എന്നോട് ചിരിച്ചു. ഞാൻ അപ്പോഴും തലയായിട്ട് ഇങ്ങോട്ട് മാറി നടന്നു. പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നമുക്ക് നോക്കാട്ടോ അതിൽ ചാൻസ്. ഞാൻ ഒന്നും മിണ്ടിയില്ലല്ലോ, മൈൻഡ് ചെയ്തില്ല. എന്തിനാ? അത്രേ ഉള്ളൂ. നല്ല പ്രായമുള്ള മനുഷ്യനായിരുന്നു, മരണപ്പെട്ടു പോയി. മരണപ്പെട്ടവരെ കുറിച്ച് മരണപ്പെട്ടെന്നല്ല നമ്മള് പറഞ്ഞ കാര്യം. എനിക്ക് ഞാന് അങ്ങനെ നടക്കും പറയണമെന്ന് വിചാരിച്ചപ്പോഴും ഒന്നും പറ്റിയിട്ടില്ല. ആരും കേൾക്കാൻ തയ്യാറായി. അന്ന് നിങ്ങൾ ആ വാർത്തയില് ഈ വിഷയം പറഞ്ഞിരുന്നോ? മാമുക്കയുടെ വിഷയം പറഞ്ഞിരുന്നോ? ഇല്ല, ഒരാളെ പേര് വ്യക്താക്കി. അല്ല, ഈ ഇൻസിഡന്റ് പറഞ്ഞിരുന്നോ? ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് പലരും ആ ഒരു രീതിയിൽ ശരീരം വേണം എന്ന രീതിയിൽ പറഞ്ഞു എന്ന് 2022 ന്യൂസ് പറഞ്ഞു. അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പലരും കംപ്ലൈന്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അത് റിജക്ട് ചെയ്ത കാരണം ഇതാണ്. രണ്ടുപേരും തെറ്റ് ചെയ്താലേ എനിക്ക് കംപ്ലൈന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സാറ് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് മാറിപ്പോവാ. സാറെടുത്ത് നിന്നിട്ട് പിന്നീട് കുറ്റപ്പെടുത്തി കംപ്ലൈന്റ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ഇവിടെ വിനായകൻ ഒരു കാര്യം ചോദിച്ചിരുന്നു. ഞാൻ എന്റെ ആവശ്യങ്ങളാണ് ഞാൻ പറയുന്നത്, അതായത് എനിക്ക് വേണമെന്ന് ഞാൻ നേരിട്ട് ചോദിക്കുകയാണ്. അതിനെന്താണ് ഇത്ര തെറ്റായിട്ട് എടുക്കാനുള്ളതെന്നാണ് ചോദിക്കുന്നത്. എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഞാനൊരു തുറന്നു ചോദിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് തെറ്റാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അല്ല, സിനിമ മേഖലയിലുള്ള ആൾക്കാർക്ക് പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം പറയുന്ന ഇത്രയും തരം താഴ്ന്ന ഒരു കാര്യത്തിന് റീപ്ലൈ പറയാൻ ഞാനാളല്ല. അല്ല, അങ്ങനെ ചോദിക്കുന്നത്, അതായത് എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. ആ പെൺകുട്ടിയുടെ അങ്ങനെ പരസ്യമായിട്ട് ഒരു മാധ്യമ പ്രവർത്തകരോട് എന്തോ തോന്നിവാസം ചോദിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് പറ്റിയ ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തല്ല് കിട്ടും. തല്ല് കിട്ടും, ഉറപ്പാണ് 100%. എല്ലാവരോടും ചോദിക്കാൻ പറ്റില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ അപ്പം തന്നെ കൊടുക്കും. പരസ്പര സമ്മതത്തോടെ ഇഷ്ടത്തോടു കൂടി വേണം ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ. അങ്ങനത്തെ ഞാൻ എന്തായാലും അങ്ങനല്ല, ആരായാലും ഈവൻ ഭർത്താവായാലും ശരി, ഇനി ഈവൻ ബോയ് ഫ്രണ്ട് ആയാലും ശരി, ഈവൻ വേറെ എന്തെങ്കിലും രീതിയിലാണെങ്കിലും പരസ്പര സമ്മതത്തോടും പരസ്പര ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ആയിരിക്കണം. അതിനെ കുറിച്ച് ഞാൻ അതൊക്കെ റിജക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ അല്ല, ആർക്കെങ്കിലും ആരോടെങ്കിലും സ്നേഹങ്ങളൊക്കെ തോന്നും, അത് സ്വാഭാവികമാണ്. പക്ഷെ ഇത് എങ്ങനെ ഏത് രീതിയിൽ പ്രകടിപ്പിക്കും എന്നുള്ളിടത്താണ് ചോദ്യങ്ങൾ വരുന്നത്. അതാ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ആളുകളോട് അല്ലെങ്കിൽ അടി കിട്ടും, അടി കിട്ടും. ഈ സിനിമാ മേഖലയെ ആകെ ഉലച്ചു കളഞ്ഞ ഒരു റിപ്പോർട്ടാണ് കമ്മിറ്റി റിപ്പോർട്ടാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. തലയും വാലും ഇല്ലാത്തതാണ് അത് പുറത്തിറങ്ങിയിരിക്കുന്നത്. ആരുടെയും പേരുകൾ പറയാൻ ഇതുവരെ ആരും മുന്നോട്ട് വരുന്നില്ല. ഈ പറയുന്ന വലിയ എന്താ പറയുന്ന സംഭവമാണെന്ന് പറയുന്ന WCCയും അതിലെ നടികളും അതിലുള്ള മറ്റുള്ളവരും പോലും ഒരു പരസ്യമായിട്ട് എന്നെ ഒരാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ അവർക്ക് തയ്യാറാകുന്നില്ല. എല്ലാവരും ഊഹാപോഹത്തിന്റെ ഉള്ളിൽ നിർത്തി എല്ലാവരും മോശക്കാരാക്കുക എന്ന ഒരു നിലയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ മാറിക്കുന്നു. ഒരാൾ ചെയ്ത കുറ്റത്തിന് എല്ലാവരും അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ 10-15 പേർ ചെയ്ത കുറ്റത്തിന് എല്ലാവരും അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? ഇതിപ്പോ സാറ് പറഞ്ഞത് ശരി തന്നെയാണ്. ഇപ്പം അവര് വ്യക്തമായിട്ട് അവർക്ക് പേര് വെളിപ്പെടുത്താൻ പറ്റാത്തത് അവര് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവർക്ക് പറയാം. ഞാൻ ഒരു ഒരു പ്രേക്ഷകർ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. ഒരാൾക്ക് ഇപ്പൊ എന്നോട് തെറ്റായിട്ട് അവർ പെരുമാറിയത് കൊണ്ടൊന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെന്നോട് ഇപ്പൊ സുധീഷ് അദ്ദേഹം ആണെങ്കിലും മറ്റേ ഷാജിക്കൊടിയൻ അങ്കിളാണെങ്കിലും എന്നോട് പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ഉമ്മ വേണം, അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയാണെങ്കിൽ സുധീഷ് നമ്മള് കോഴിക്കോടുള്ള സുധീഷ്. അവരെ അച്ഛൻ നാടക നടനോ സിനിമ നടനൊക്കെ ആയിരുന്നു. മണിച്ചിത്രത്താഴിലെ കിണ്ടി എന്ന് പറയുന്ന ഉപമിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ലാലേട്ടൻ. സുധീഷ് അദ്ദേഹത്തെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ 4K മാസ്റ്റർ ചെയ്ത് വന്നിരിക്കുന്ന മണിച്ചിത്രത്താഴ് ഒരു വീണ്ടും ആളുകളെ ഹൃദയത്തിലേറിയ സുധീഷ് എന്താണ് ചോദിച്ചത്? സുധീഷ് എന്താ ചോദിച്ചത്?
അത് തന്നെ പുള്ളിക്കാരന്റെ കൂടെ ടൂർ പോകണം. ആ. കമ്പനിക്ക് വരണം. കമ്പനിക്ക് വരണം. അതിനുള്ള എന്താ വെച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഹെൽപ്പ് ഉണ്ടാവും, അത് മനസ്സിലാക്കാം. പിന്നെന്ന് പറഞ്ഞ ഒരു ദിവസം വൈഫ് ഉണ്ടായ ആ ഒരു സമയത്ത് തന്നെ പതിയെ പറഞ്ഞു വൈഫ് വരുന്നുണ്ട്. ഇത് ഞാൻ അവര് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയായി പറയുന്നത്. ഇതൊക്കെ അവര് ചെയ്ത കാര്യം തന്നെയാ. എനിക്കിപ്പോ അത് ഇങ്ങനെ ഒരു അവരിപ്പം വലിയൊരു ഇതിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഒന്നുമല്ല. എന്നാലും എല്ലാവരും അറിയപ്പെടുന്നതും ഒരു ബഹുമാനിക്കുന്നതും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. പക്ഷെ എനിക്ക് അവരെ അപമാനിച്ചിട്ടോ അല്ലെ പൊഴുത്തി പറഞ്ഞിട്ടോ എനിക്കൊന്നും കിട്ടാനില്ല. ഇപ്പൊ ആക്ടർ ബാലേട്ടൻ നന്നാക്കി പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. സാർ എനിക്കൊന്നും തന്നിട്ടില്ല. വിനയൻ സാറും അതുപോലെ തന്നെ. പിന്നെ ശ്രീനിവാസൻ സാറും ഒന്നും തന്നില്ല എന്ന് പറയാൻ പറ്റൂല. കോവിഡ് സമയത്ത് എനിക്കൊരു 30,000 തന്ന ആളാ. ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ സമയം വിളിച്ചപ്പോ സാറ് ഫോൺ എടുത്തില്ല. സാർക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടാണ്. നന്മ ചെയ്യുന്ന ഒരു മനസ്സുള്ളൊരു എന്റെ കഷ്ടപ്പാടൊക്കെ അറിയുന്ന ഒരു സാറാണ്. അപ്പൊ നല്ലവരുണ്ട്. അത് വിചാരിച്ച് എനിക്കൊന്നും തന്നിട്ടല്ല ഞാൻ ആദ്യം പോയിട്ട്. അവരെങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കും ഞാൻ അങ്ങോട്ടും. ഇത്ര വർഷം ആ ഒരു ബന്ധം, ആ ഒരു നമ്പർ എന്റെ ബുക്കിൽ ഉണ്ടെങ്കിൽ അവർ അത്രയും നല്ലവരായതുകൊണ്ടാ. ഈ മണിച്ചിട്ട് താഴില് മോഹൻലാല് സുധീഷിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, കിണ്ടി. അപ്പൊ അത് കാണുമ്പോ എപ്പോഴെങ്കിലും ഈ രംഗം കാണുമ്പോ നിങ്ങളോട് കാണിച്ച ആ സ്വഭാവം ഓർമ്മ വരുമോ? കിണ്ടി അവര് ഇപ്പം ഏതൊക്കെ സിനിമയില് അല്ല ആ കിണ്ടി എന്ന വിളിയില്ലേ, ആ വിളി നിങ്ങൾക്ക് മണിച്ചിട്ടായ അടുക്ക എന്തായാലും കാണാറുണ്ടാവുമല്ലോ. സാധാരണ നമ്മുടെ മനസ്സിലെ എനിക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എന്റെ മനസ്സിലെ ഒരു ആരാധന, ഒരു ആളങ്ങനെ തെറ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ ഭാഗം ഞാൻ ചിന്തിക്കൂല. ഇല്ല. അതുപോലെ തന്നെ മാമുക്ക അങ്കിളിന്റെ കാര്യവും ഇപ്പൊ ഷാജു കൊടിയൻ അങ്കിളിന്റെ കാര്യം, ഇപ്പൊ ഹരികുമാർ സാറിന്റെ കാര്യമായാലും, ഇപ്പം ഏതൊരാളെ എന്നോട് അങ്ങനെ പെരുമാറുന്നോ അപ്പൊ ഞാൻ അത് സ്കിപ്പ് ചെയ്തേക്കും. പിന്നെ നമ്മൾ അവരെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ മാറി നടന്നല്ലേ. നടന്നു. ഹരികുമാർ, ഷാജു കൊടിയൻ, അതുപോലെ സുധീഷ്, പിന്നെ ഇടവേള ബാബുവിന്റെ കാര്യം അതെന്താണ് ഇടവേള ബാബുവിന്റെ കാര്യം? എങ്ങനെയാ ഇടവേള ബാബുവിന്റെ അടുത്തേക്ക് എത്തുന്നത്? എന്താണ്? അത് എന്റെ സുഹൃത്ത് മുഖേനയാണ് എനിക്ക് വിനയൻ സാറിന്റെ നമ്പറും ഇടവേള ബാബു അദ്ദേഹത്തിന്റെ നമ്പറും കിട്ടുന്നത്. അത് എനിക്ക് അവൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് സംഘടിപ്പിച്ചു തന്നെ. അതിൽ വിനയൻ സാറിന്റെ നമ്പർ എനിക്ക് ഇതുവരെ ഡയറിന്ന് വെട്ടിക്കളയേണ്ട ആവശ്യം വന്നിട്ടില്ല. ചെറിയൊരു കുഞ്ഞു ബുക്ക് അത് ഇപ്പോഴും ഉണ്ട്. ആ 2018 എഴുതിയ ബുക്ക് ഇപ്പോഴും ഉണ്ട്, ചെറിയൊരു നോട്ട്ബുക്ക്. അപ്പം ഇദ്ദേഹത്തെ വിളിച്ചപ്പം ഇദ്ദേഹം പറഞ്ഞ ഇത് നമ്മൾ ആദ്യം സംസാരിച്ചെന്തോ ഇനി വേറെ ന്യൂസിന് പറഞ്ഞായിരിക്കും. വേറെ ന്യൂസിനായിരിക്കും. അപ്പം 2 ലക്ഷം രൂപയാണ് നമ്മള് അമ്മ സംഘടന എന്നതില് മെമ്പർഷിപ്പ് എടുക്കാൻ. അതിനൊരു 10 സിനിമയുടെ മുകളിൽ പോണം, അങ്ങനെ എന്തോ ഒരു ഇതാണ് എനിക്ക് അന്ന് പറഞ്ഞ മനസ്സിലായി, ഓർമ്മയിലുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് 1.5 ലക്ഷം ഉണ്ട്. അപ്പൊ പിന്നീട് പറഞ്ഞു അതിനെയും കൂടി കുറച്ചുകൂടി സിനിമ ചെയ്യണം, പിന്നെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളാണ്, അങ്ങനെയൊക്കെ കുറച്ചിങ്ങനെ സംസാരിച്ച് പുള്ളി സാധാരണ ഒപ്പിച്ചു വന്നു. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ പൈസയുടെ കാര്യമൊന്നും കുഴപ്പമൊന്നുമില്ല, ഈ നമ്മള് സിനിമ കിട്ടും, സിനിമ കിട്ടി പിന്നെ നമുക്ക് ഇതിലേക്ക് ചേരാലോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ലാതെ ഒന്നും കിട്ടൂലേ. ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1.5 ലക്ഷം രൂപ ആവശ്യമില്ല. 2 ലക്ഷം ഉണ്ടായിരുന്നേ 1.5 ലക്ഷം ആവശ്യമില്ല. അതെ, അവര് സിനിമ തരും ആ ഒരു രീതിയിലാ. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് അതിനൊന്നും പറ്റൂല, ഇപ്പൊ സിനിമയൊക്കെ നടക്കുന്ന അതിന് ചെറിയൊരു വേഷമെങ്കിൽ തന്നൂടെ. എന്നിട്ട് ഞാൻ താഴ്മയായിട്ട് ചോദിച്ചു, ആവശ്യം നമ്മളതല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ പറഞ്ഞ ആഗ്രഹങ്ങൾക്കൊക്കെ പരിധിയില്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു ഈ അഡ്ജസ്റ്റ്മെന്റ്, ഞാൻ അത് ചോദിക്കാൻ കാരണം അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ ഈ പ്രശ്നമില്ല, 2 ലക്ഷോ സിനിമ ചെയ്യാത്തൊന്നും പ്രശ്നമില്ല, ചെയ്യുകയാണെങ്കിൽ എല്ലാം കിട്ടും. അപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ, വേറെ ഉണ്ടല്ലോ, നമുക്ക് കാണാന്ന് പറഞ്ഞിട്ടാ ശരിക്കും ഫോൺ കട്ടേ. ഞാനിവിടെ കോഴിക്കോടല്ലേ, കാണേണ്ട സാഹചര്യം ഇല്ല. പിന്നെ ഞാൻ ആരായിട്ടും ഒരു കോണ്ടാക്ട് ഒന്നും ഇല്ല. ഞാൻ എന്റെ ഒരു സിനിമ അമ്മയിൽ നിന്നും ഒരു ഇടവേള എടുത്തിരിക്കുകയാണ്. ഞാനില്ല, അമ്മയിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് ഇടവേള ബാബു. അപ്പോ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിനും മറ്റു കാര്യങ്ങൾക്ക് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര സിനിമ വേണമെന്ന് ഒരു നിബന്ധനയില്ല, കാശിന്റെ നിബന്ധനയില്ല, അമ്മയിലേക്ക് കയറ്റി അങ്ങ് വിട്ടേക്കും അല്ല. എത്ര അമ്മ എന്ന സംഘടന ഇങ്ങനെ എത്ര പേരെ കയറ്റി വിട്ടിട്ടെന്ന് നോക്കേണ്ടി വരും. വേറൊരു കാര്യം പറയാനുള്ളത്, സിനിമാക്കാര് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാൻ അവരെ ആണുങ്ങളെ തെറ്റു പറയൂല. ഞാനൊരു പെൺകുട്ടിയാണ്, ഞാൻ നന്നിരുന്നെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് സിനിമയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ആദ്യം പറഞ്ഞാ പോരെ. പിന്നെ എന്തിനാണ് അവര് പറഞ്ഞതൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഈ ഒരു കംപ്ലൈന്റ് വിളിച്ചു പറയുന്നത്? ഇത് സാഹചര്യം ഒരുക്കുന്ന എന്താണ്? എനിക്ക് സ്വന്തമായിട്ട് ഒരു മണ്ണ് പോലും ഇല്ല, ഒരു വീടും സ്ഥലവും ഒന്നുമില്ല, വാടകയ്ക്കാ നിൽക്കുന്ന, സാറിന് അറിയാലോ. അപ്പൊ എന്റെ സ്ക്രിപ്റ്റ് എഴുതിയതൊക്കെ ഞാൻ ജോലിക്ക് പോയിട്ട് രാത്രി ഇരുന്ന് എഴുതുന്നതാ.
അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആ 1 കോടിയുടെ എന്റെ സിനിമ ചെയ്യാൻ പോകുന്നുണ്ടാവും, എനിക്ക് ഭാഗ്യമായി രക്ഷപ്പെട്ടു, ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത സിനിമ, അത് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ. എന്നോട് പറയുമ്പോ അപ്പൊ തന്നെ ഞാൻ മറുപടി പറയും എനിക്ക് പറ്റൂലെന്ന്. അത് തന്നെ ഇപ്പൊ ഹരികുമാർ സാറ് പറഞ്ഞു നിന്റെ സീന് അത്രയും ആഗ്രഹിച്ചു, നിന്റെ സീന് കട്ട് ചെയ്യാൻ പോവാ. ഞാൻ പറഞ്ഞു നിങ്ങൾ കട്ട് ചെയ്തോ, എനിക്ക് വിധിച്ചില്ല ഞാൻ വിചാരിക്കാം, എന്നാലും ഞാൻ വരില്ല. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു മൊത്തത്തില് എല്ലാം കഴിഞ്ഞ് ഉപയോഗിച്ച് എല്ലാം നേടേണ്ടതെല്ലാം നേടി അവസാനം ഒന്നും കൂടി ഒന്ന് ബോംബ് പൊട്ടിച്ചേക്കാം എന്നുള്ള നിലപാട് ശരിയല്ല. അല്ലാതെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാനൊരു പെൺകുട്ടിയിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു സിനിമ പൂർത്തീകരിക്കാൻ പറ്റൂല. ഈ പൊതുവായിട്ട് എല്ലാരെയും ഇങ്ങനെ കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെടുന്നത് ശരിയല്ലല്ലോ. അല്ല അവര് ഇപ്പൊ സിനിമയിലെ ആണുങ്ങളൊക്കെ മോശക്കാരാണ് ഇപ്പൊ ആൾക്കാരുടെ ചിന്തയിൽ. അവര് പറയാൻ തയ്യാറാവട്ടെ. തയ്യാറായി കഴിഞ്ഞാൽ അത് മാറുള്ളൂ. തയ്യാറാവുന്നില്ല ആരും. അവർ സ്വയം തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് സംശയമാണ്. അതായത് ഇവർ വലിയ നടിമാരാണ്, ലോകം കുറെ കണ്ടവരാണ്, ലോകം മുഴുവൻ സഞ്ചരിച്ചവരാണ്, പല അനുഭവങ്ങളുള്ളവരാണ്, പല മേഖലയിലൂടെ കടന്നുപോയവരാണ്. എന്നിട്ട് ഇവർക്ക് നേരെ ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ എക്സ് ഓർ വൈ എന്നിട്ട് കാണിക്കേണ്ട ഒരു ഗതികേട്, അത് ശരിയാണോ? ഇന്നയാള് എന്ന് പറയാൻ അവർക്ക് പറ്റണം. കാരണം സാധാരണക്കാരല്ല, അവർ നക്ഷത്രങ്ങളാണ്. അവർ സാധാരണക്കാർ എത്രയോ ഉയർന്ന ചിന്താഗതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ എല്ലാവരെയും പുകമറക്കും ഉള്ളിൽ അകപ്പെടുത്തുന്നതിന് പകരം ആരാണോ കുറ്റവാളികൾ അവരെ ആ പുകക്കുള്ളിൽ നിന്നും ആ പുകമറക്കുള്ളിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലാകണം. ഞാനിപ്പോ അടുത്തറിയുന്നതിൽ ഇപ്പം ശ്രീനിവാസൻ സാറ്, വിനയൻ സാറ്, കുറച്ച് സംസാരിച്ചാലും കുറച്ചു കാലത്ത് ഒരു പരിചയം ആക്ടർ ബാലേട്ടൻ. അപ്പം ഒരുപാട് പരിചയമില്ലെങ്കിലും കുറച്ച് അവർക്ക് പറയാനുള്ള സാഹചര്യമൊക്കെ ഇപ്പൊ എത്രയോ കഴിഞ്ഞു. അപ്പം ഇതുപോലെ തെറ്റ് സംസാരിക്കാത്ത സിനിമയിലുള്ള ആളുകൾക്ക് പോലും ചീത്തപ്പേര് വരും. അപ്പൊ നട്ടലോട് കൂടി പറയണം, അതാ ഇവരാണ് എന്നെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞത് ചെയ്തത് പറയണം. ഒന്നിക്കലും എന്നെ പോലെ സിനിമ വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകണം. അല്ലാതെ സിനിമയൊക്കെ ചെയ്ത് എല്ലാം കിട്ടി കഴിഞ്ഞിട്ട് അത് ചെയ്തു ഞാൻ അതിലൊന്നും സപ്പോർട്ട് ചെയ്യാനോ, ഇതിന്റെ പേരിൽ എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്ന കംപ്ലൈന്റ് കൊടുക്കാൻ ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നില്ല. എന്റെ ദേഹത്ത് ഒരാൾ തൊട്ടിട്ടുണ്ട് അപ്പൊ അടി കിട്ടുകയും ചെയ്യും. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ പോവുകയും ചെയ്തിട്ടുണ്ട്. മാന്യമായ രീതിയിൽ എനിക്കൊരു ചാൻസ് തരാൻ ആഗ്രഹിക്കുന്നോ ഞാൻ അഭിനയിക്കും. മാന്യമായ രീതിയിൽ എന്റെ സ്ക്രിപ്റ്റ് സിനിമയാക്കാൻ പറയുന്നോ ഞാൻ ചെയ്യും. ഇല്ലെങ്കിൽ ഞാനല്ല മണ്ണടിഞ്ഞോട്ടെ. ഈ കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞ് ഇത്രയും ആളുകളുടെ പേര് വ്യക്തമായി, അതായത് വലിയ മുതിർന്ന നടിമാർക്ക്, പേരുകെട്ട നടിമാർക്ക്, ആഴ്ചയിൽ ആഡംബര കാറുകൾ ഇറക്കുന്ന നടന്മാർക്ക് അവർക്കില്ലാത്ത ഒന്ന് ഈ കുട്ടിക്കുണ്ട്, തന്റെ ഇടം എന്നുള്ളത് ഈ കുട്ടിക്കുണ്ട്. കാരണം അവർ കൃത്യമായി പറയുന്നുണ്ട്, തന്നെ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ചവരുടെ പേരുകൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഴിക്കോട് അങ്ങാടിയിലൂടെ അല്ലെങ്കിൽ കോഴിക്കോടിന്റെ പ്രദേശത്തോടു കൂടി ഒരു സുരക്ഷിതമായി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അത് എന്നോട്, കാരണം മാമുക്കോയ കോഴിക്കോട്ടുകാരനാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്റെ സ്വന്തമൊക്കെ ചോദിക്കുന്ന ഈ ചോദ്യം തന്നെ. അപ്പോഴും ഞാൻ പറഞ്ഞു, എന്നോട് ചോദിക്കും രാത്രിയായി TV കണ്ട് പാറ നിനക്ക് പേടിയൊന്നുമില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, അന്തസ്സായിട്ട് ജീവിക്കുമ്പോ ഒരു ദിവസമാണെങ്കിലും ജനങ്ങളോട് പറഞ്ഞു നിന്നിട്ട് പോവാ. എന്നെ കൊന്നാലും ഞാൻ അന്തസ്സായിട്ട് കാണും. ഒന്നുമില്ലെങ്കിൽ ആ വർഷമെങ്കിലും ഒരാളെങ്കിലും ഒരു തിരി എനിക്ക് വേണ്ടി കത്തിക്കും. അത് ഞാൻ അഭിമാനമുള്ളൂ. ഇങ്ങനെ ഒരു പിച്ചക്കാരെ ഒരു 10 പൈസ വാങ്ങുന്നതിൽ ഒരു അഭിമാനമുണ്ട്. ഇങ്ങനെ അഭിമാനം ഇല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്ത് ആ പുരുഷൻ അത് ചെയ്തു, ഈ പുരുഷൻ അത് ചെയ്തു എന്ന് പറയുന്നത് എന്താ അന്തസ്സുള്ളത്? ഓക്കെ, കൃത്യമാണ്, കാര്യങ്ങൾ കൃത്യമാണ്. പേരുകൾ, അതായത് കൃത്യമായ പേരുകൾ ഇവർ പുറത്തുവിട്ടു. ഹരികുമാർ, മാമുക്കോയ, സുധീഷ്, ഇടവേള ബാബു, ഷാജു കുടിയൻ, ഇത്ര ആളുകളുടെ പേര് ഇവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇവരോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറുകയും മോശമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അത് സധൈര്യം നേരിടുകയും എന്നാൽ നിങ്ങളുടെ സിനിമ വേണ്ട എന്ന് പറയുകയും ചെയ്തത് കൊണ്ട് മാത്രം അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട നടിയാണ്. ഈ വർഷം കുറച്ച് മണിക്കൂർ മുന്നേ എനിക്കൊരു നല്ലൊരു കാര്യം ഉണ്ടായി. എന്തായി? അത് ബെന്നി ജോൺ ആശംസ എന്ന് പറയും ഡയറക്ടർ. അദ്ദേഹം 3 സിനിമ എടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്നെ കാണാൻ അവിടുന്ന് ഇവിടെ വന്നു. ഫസ്റ്റ് 18 കേരളയിലെ റിപ്പോർട്ടർ അദ്ദേഹമാണ് ന്യൂസ് കൊണ്ടുവന്നത് ആദ്യം. അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴും പറയുന്നത് ഹനീഷ് കുമാർ MS. അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ബെന്നി ആശംസകൾ. അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞ വാക്ക്, ഇപ്പം ഇത്രയും പേരും അടിച്ചു നിന്നിട്ടും അന്തസ്സോടു കൂടി ഞാനത് തുറന്നു പറഞ്ഞ എല്ലാം കഷ്ടപ്പാടിലും അത് എനിക്ക് ആ വാക്കുകൾ പറയാൻ കിട്ടുന്നില്ല. അത് ന്യൂസ് വരും.
അപ്പം അത് അദ്ദേഹം പറഞ്ഞിട്ട് ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു സിനിമയിൽ എനിക്കൊരു ചാൻസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ എന്റെ സ്ക്രിപ്റ്റ് സിനിമയാക്കാന്നും പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെടുകയാണ്. ആൺകുട്ടികൾ സിനിമാ മേഖലയിലുണ്ട്. ഈ പൂക്കുറ്റിയും എന്താ പറയുന്ന വെടിക്കെട്ടും ഒന്നുമല്ല. നല്ല നടികളെ തേടി, നടന്മാരെ തേടി അഭിനയ സാധ്യതയുള്ള വേഷങ്ങൾ നൽകാൻ ഇപ്പോഴും ആൾക്കാർ തയ്യാറാണ്. മാറ്റി നിർത്തപ്പെടില്ല എന്ന് ഉറപ്പാണ്. എന്നീ ആശംസകൾ എന്ന് പറയപ്പെടുന്ന സംവിധായകൻ നല്ലൊരു വേഷം നൽകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇതുകൊണ്ടൊന്നും ആരും എവിടെയും മാറിപ്പോകുകയോ അല്ലെങ്കിൽ ഈ കോഴിക്കോടങ്ങാടിയിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഒരു ഭീഷണിയും താങ്കൾക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കാരണം നമ്മൾ മലയാളികളാണ്. എന്തായാലും വളരെ കുറച്ച് സമയമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ, സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതിൽ മാന്യന്മാരായി കരുതുന്ന പലരും ഇന്ന് നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായി മാറി നിൽക്കുകയാണ്. തെളിയട്ടെ, ഇനിയും കാര്യങ്ങൾ